കേരളത്തിലെ പോലീസുകാരെ നിയന്ത്രിച്ചില്ലെങ്കിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് കേരളത്തിലെ CPI സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനം ഉണ്ടായിരിക്കുകയാണ്. CPIക്ക് പോലും മതിയായ വിഭരണം. സത്യത്തില് CPIക്ക് പോലും മതിയായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പല വിഷയങ്ങളിലും വളരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നു കേരളത്തിലെ CPI എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന സർക്കാരിന്റെ അവർ ഭരിക്കുന്ന അവർ ഭാഗമായിട്ടുള്ള ഗവൺമെന്റ് ആണെങ്കിൽ പോലും അതിനെതിരായിക്കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനെതിരെ കർശനമായ ചില കാര്യങ്ങൾ പറയുകയും ആരെയും പ്രീണിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നു CPI. പക്ഷേ എനിക്ക് തോന്നുന്നു കാനം രാജേന്ദ്രന്റെ കാലം മുതൽ അതൊരു വലിയ മാറ്റം വന്നു. അതിന് പിണറായി ഭക്തിയിലേക്ക് CPIയും കൂപ്പുകുത്തി. ഇപ്പൊ എനിക്ക് തോന്നുന്നു CPIക്കാണ് CPMനേക്കാൾ വലിയ പിണറായി ഭക്തി. പിണറായി എന്ന് പറയുന്നു അതാണ് കേരളത്തിലെ കാര്യം എന്ന നിലയിൽ ഈ കാര്യങ്ങൾ പോയിട്ടുണ്ട്. രണ്ടാമത്തത് CPMന്റെ കാര്യം തന്നെ. അതായത് CPMന്റെ ഭരണത്തിൽ മുഖ്യമന്ത്രിയേക്കാൾ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നത്, അതായത് പാർട്ടിക്ക് ഒരു പിടിപാടുണ്ടാവും. പാർട്ടി ചില കാര്യങ്ങളെ തിരുത്തും. ഇന്ന് പാർട്ടിയും പിണറായിയാണ്, മുഖ്യമന്ത്രിയും പിണറായിയാണ്. അതുകൊണ്ട് ആർക്കും ഒന്നും തിരുത്താൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആലപ്പുഴയിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ വളരെ രൂക്ഷമായ വിമർശനമാണ് സംസ്ഥാന സർക്കാരിനെതിരെ CPI ഉയർത്തിയിരിക്കുന്നത്. CPIയിൽ വളരെ പ്രധാനപ്പെട്ട ചില അംഗങ്ങൾ നടത്തിയിട്ടുള്ള വിമർശനം എന്ന് പറയുന്നത്, ഈ കണക്കിന് പോവുകയാണെങ്കിൽ അടുത്ത ഭരണമൊന്നും പ്രതീക്ഷിക്കേണ്ട, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് CPM എന്ന് പറയുന്ന പാർട്ടിയും CPI ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നാണ് പറയുന്നത്. കാരണം ചരിത്രത്തിൽ ഇന്ന് ഇതുവരെ, അതായത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഉണ്ടായ നരനായാട്ടിനെ മാറ്റി നിർത്തിയാൽ സംസ്ഥാനത്ത് ഇന്നേ വരെ ഇല്ലാത്ത തരത്തിലുള്ള പരാതികളാണ് പോലീസിനെതിരെ ഉയർന്നു വരുന്നത് എന്നാണ് CPIയുടെ പക്ഷം. നല്ല സുഖകരമായ, വളരെ രസമുള്ള പോലീസ് ഭരണമാണ് നടക്കുന്നതെന്നും ഇതല്ല യഥാർത്ഥത്തിൽ LDFന്റെ പോലീസ് നയമെന്നും LDFന്റെ പോലീസ് നയമല്ല സർക്കാർ നടപ്പിലാക്കുന്നത് എന്നുമാണ് CPI പറയുന്നത്. പക്ഷേ അതേ സമ്മേളനത്തില് മാധ്യമങ്ങളെ കണ്ട മന്ത്രി P പ്രസാദ് പറഞ്ഞത് എന്താണെന്നറിയോ? LDFന്റെ, അതായത് സർക്കാരിന്റെ പോലീസ് നയം മനസ്സിലാക്കാത്ത വളരെ അപൂർവം ഒറ്റപ്പെട്ട കുറച്ച് പോലീസുകാരുണ്ട്, അവരാണ് ഈ എല്ലാ പ്രശ്നത്തിന്റെയും പുറകിൽ എന്നാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ മണിക്കൂറിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുക. പോലീസിന്റെ തെമ്മാടിത്തത്തെക്കുറിച്ച്, പോലീസിന്റെ അധികാര ദുർവിനിയോഗത്തെക്കുറിച്ച്, പാവപ്പെട്ട ആളുകളെ ക്രൂരമായി മർദ്ദിക്കുന്നതിനെ കുറിച്ച്, പരാതി കൊടുക്കാൻ പോകുന്ന ആളുകളെ കുനിച്ചു നിർത്തി ഇടിക്കുന്നതിനെ കുറിച്ച്, അവനവനെ ഭീഷണിപ്പെടുത്തി സ്റ്റേഷൻ ആക്രമിച്ചു, ഇവൻ ജീവിതത്തിൽ, അതാണ് ജീവിതത്തിൽ ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ പോലീസ് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ CPIക്ക് വളരെയധികം രോക്ഷമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, കണ്ണൂര് വളപട്ടണം, അന്നത്തെ വളപട്ടണം SI ആയിരുന്ന, ഇന്ന് എനിക്ക് തോന്നുന്നു കണ്ണൂർ ടൗൺ ആണെന്ന് തോന്നുന്നു, SHO ആണെന്ന് തോന്നുന്നു, ശ്രീജിത്ത് കൊടേരി എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അഷ്റഫ് എന്ന് പറയുന്ന ഒരു വർക്ക്ഷോപ്പ് ഉടമ, കണ്ണൂരിലെ നാറാത്ത് സ്വദേശിയായിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് ഉടമ, അയാളും ആ വർക്ക്ഷോപ്പിന്റെ മുതലാളിയുമായിട്ട് വാടക ഇനത്തിൽ ചില തർക്കങ്ങൾ ഉണ്ടാവുന്നു. ഒരു പരാതി ഈ പറയുന്ന അഷ്റഫിന് നേരെ പോകുന്നു. അന്ന് നോമ്പ് സമയമാണ്. നോമ്പെടുത്തിട്ട് ആണ് അഷ്റഫ് പണിക്ക് പോയത്. അങ്ങനെ ഇരുന്ന അഷ്റഫിന്റെ ഒരു കാര്യം പറയാനുണ്ട്, ഇത്തരം ഈ ഒരു പരാതിക്ക് മുകളിൽ ചില വിഷയങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജിത്ത് കൊടേരി വിളിപ്പിക്കുന്നു. അങ്ങനെ വിളിപ്പിച്ച് അവിടെ ഇരുന്ന് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ ഇരിക്കുന്ന അഷ്റഫ് അങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് ശ്രീജിത്ത് കൊടേരി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ കയറി വന്നിട്ട് രണ്ട് ചെവിക്കും നോക്കി അടിക്കുകയാണ്. രണ്ട് ചെവിയും നോക്കി അടിക്കുമ്പോൾ ഇയാളുടെ ചെവിയിൽ നിന്ന് ഒരു മൂളൽ വരുന്നുണ്ട്, തലകറക്കം വരുന്നുണ്ട്, ബുദ്ധിമുട്ടാവുന്നുണ്ട്. അടിക്കരുത്, എന്നെ അടിക്കരുത്, ഞാൻ നോമ്പ് എടുത്ത് നിൽക്കുകയാണ്, ശരീരത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെയും മർദ്ദിച്ചു. ക്രൂരമായ മർദ്ദനമായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് കർണപടം പൊട്ടി എന്ന് വിവരം അറിയുന്നത്. നോക്കൂ, എന്ത് ക്രൂരതയാണ്! ഒരു മനുഷ്യനോട് ഇങ്ങനെ ചെയ്യാൻ എന്താണ് ഈ ശ്രീജിത്ത് കൊടേരിയെ പോലുള്ള ഈ CPMന്റെ അടിമകൾ എന്ന് പറയുന്ന പോലീസുകാർക്ക് എന്താണ് ഇതിന് ധൈര്യം കിട്ടുന്നത്? ഇവർ പോലീസ് അസോസിയേഷന്റെ ആളുകളായതുകൊണ്ടോ, പോലീസ് അസോസിയേഷൻ പോലും ഇതിനൊന്നും പിന്തുണയ്ക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. പോലീസ് അസോസിയേഷനിലൊക്കെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവർ ഇത്തരം കാര്യങ്ങളെ ഒന്നും അങ്ങനെ എല്ലായ്പ്പോഴും ഒന്നും അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷേ CPMന് വേണ്ടി പണിയെടുക്കുന്ന, അടിമപ്പണിയെടുക്കുന്ന ചില പോലീസുകാർ, അവർക്ക് എന്ത് തോന്നിവാസവും ഇവിടെ കാണിക്കാമെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന മനുഷ്യരെ അടിച്ച ശ്രീജിത്ത് കൊടേരി ഇന്നും സർവീസിലുണ്ട്. അദ്ദേഹം പോയിട്ട്
പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങി ആശുപത്രിയിൽ ചികിത്സ തേടി കോടതിയെ സമീപിച്ചു, പോലീസ് കേസെടുക്കാത്തതുകൊണ്ട്. എന്നിട്ട് കോടതിയാണ് ഈ ശ്രീജിത്തിനെതിരെ കേസെടുക്കുന്നത്. അത് വിചാരണയുടെ ഘട്ടത്തിലാണ്. കോടതി കേസെടുത്തപ്പോ ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ എന്താണ് സ്വാഭാവികമായി സംസ്ഥാന സർക്കാർ നടപടി എടുക്കണ്ടേ? നടപടി എടുത്തില്ല. മാത്രമല്ല ഈ മനുഷ്യൻ ഒരു നമ്മുടെ മുഖ്യമന്ത്രി നോമ്പിനെ പറ്റിയൊക്കെ വാതോരാതെ സംസാരിക്കുന്ന ആളാ. മനസ്സിലാക്കണം. വെള്ളം കുടിക്കാതെ കഷ്ടപ്പെട്ടുള്ള പ്രവാചകന്റെ പിന്നെ വലിയ കാര്യത്തെ പറ്റിയൊക്കെ വാതോരാതെ ഇടയ്ക്ക് സംസാരിക്കും. CPM സംസാരിക്കും, എം സ്വരാജൊക്കെ വലിയ രീതിയിൽ സംസാരിക്കും. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ വിശ്വാസത്തിന്റെ ഏറ്റവും പിന്നെ എന്താണ് ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ആത്മീയമായി നിൽക്കുന്ന ഒരു അവസരത്തിൽ പിടിച്ചു കൊണ്ടുപോയിട്ട് തല്ലുക, കർണപടം പൊട്ടിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ക്രൂരമായ കാര്യമാണ്. അതിനുശേഷം ഈ മുഖ്യമന്ത്രിക്ക് ഇദ്ദേഹം പരാതി നൽകി. ഏത് ഇങ്ങനെ ഈ ഒരു നോമ്പ് കാലത്ത് അടി കിട്ടിയതും ഒരു പിന്നെ പ്രകോപനവുമില്ലാതെ അടിച്ചതും ചെവിയുടെ ഡയഫ്രം തകർന്നതും ഒക്കെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഈ മുഖ്യമന്ത്രി എന്തിനാണ് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത്? നിരന്തരമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മർദ്ദനത്തെക്കുറിച്ചും മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി കൊടുത്തു എന്നാണ് ഈ പറയുന്ന എല്ലാവരും പറയുന്നത്. എന്നാൽ ഈ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി ഇരട്ടച്ചങ്കുള്ള മുഖ്യമന്ത്രിയാണ് എന്നാണല്ലോ പറയുന്നത്. ഇരട്ടച്ചങ്കോ ഒരു ചങ്കോ വേണ്ട, അരച്ചങ്കുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അന്വേഷിച്ച് കൃത്യമായി നടപടിയെടുക്കണമെന്നും സസ്പെൻഷൻ, ഒരു പേരിനൊരു സസ്പെൻഷനെങ്കിലും കൊടുക്കാൻ തയ്യാറായോ? തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. ആരാണ്? ശ്രീജിത്താണ്. ശ്രീജിത്തിനെ പോലുള്ള ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ CPM എന്ത് പറയുന്നു അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുന്ന ചില ഉദ്യോഗസ്ഥന്മാരാണ്. ആ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാനായി ഇവർ ശ്രമിക്കുള്ളൂ. ആരുടെ ചെവി അടിച്ചു പൊട്ടിച്ചാലും, ആരെ തല്ലിക്കൊന്നാലും, ആരുടെ പ്രശ്നം ഉണ്ടായാലും ഇവർക്കൊരു പ്രശ്നവുമില്ല. താമർ ജഫ്രിയുടെ കാര്യമൊക്കെ അവിടെ മനുഷ്യന്മാർക്ക് അറിയാം. എല്ലാവരെയും ആരെയൊക്കെയാണ് ഇവർ തല്ലിക്കൊന്നത്. പിന്നെ വരാപ്പുഴ കസ്റ്റഡി കൊലപാതക കേസുണ്ട്. പണ്ട് ഉദയകുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പോലീസുകാർ കൊണ്ടുപോയി ഉരുട്ടിക്കൊന്ന ഒരു കേസുണ്ടായിരുന്നു. ആ കേസിനകത്ത് ഇപ്പൊ ഹൈക്കോടതിയെ പോലീസുകാരെ വെറുതെ വിട്ടു തെളിവുകളുടെ അഭാവത്തിൽ. ഇപ്പൊ ഉദയകുമാറിന്റെ അമ്മ ചോദിച്ചത്, ഉദയകുമാർ താനെ ഉരുണ്ട് മരിച്ചതാണോ, എന്നെയും കൂടി കൊന്നു കളയും എന്നാണ് പറഞ്ഞത്. ഇവിടെ പലതിന്റെയും പ്രശ്നത്തിൽ, അതായത് സർക്കാരിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പലതരത്തിലുള്ള പിന്നെ പണത്തിന്റെ മുകളിൽ ഒക്കെ പല കേസുകളും തേച്ചു മാച്ചു കളയും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ പിന്നെ ഈ നമ്മുടെ ഇതുണ്ടല്ലോ പുതുവത്സരാഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരാളെ ഒരു കാര്യവുമില്ലാതെ പോയി തല്ലി പോലീസ്. ഇവിടെ നിന്ന് പോയിക്കോ എന്നോ പിരിഞ്ഞു പോകണമെന്നോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. പോവാം എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഉടനെ വേക്കിൽ നിന്നും മറ്റൊരു പോലീസുകാരൻ വന്ന് അടിക്കുകയാണ്. കാരണം എന്താണ് പറഞ്ഞത് എന്ന് പോലും അറിയാതെ. യൂണിഫോം ഇടുന്നതിന്റെ ഒരു അതാണ്. അല്ല, ഈ യൂണിഫോം കയറി കഴിഞ്ഞ ഇവരുടെ വിചാരം നിങ്ങൾക്ക് ആരെയും തല്ലാം, നിങ്ങൾക്ക് ആരെയും കൊല്ലാം, ഞങ്ങളെ സാറേ എന്ന് വിളിക്കണം, ഞങ്ങൾ എന്തോ വലിയ ആളാണ്. ഇതൊക്കെ ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്ത് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു ഇതാണ്, ഒരു രീതിയാണ്. പോലീസിന്റെ യൂണിഫോമിനോട് ജനങ്ങൾക്ക് ബഹുമാനമുണ്ട്. നിയമം നടപ്പിലാക്കേണ്ട, നീതി നടപ്പിലാക്കേണ്ട ആളുകളാണ് എന്നൊരു ബോധ്യമുണ്ട് നമ്മൾ ജനങ്ങൾക്ക്. അതുകൊണ്ട് മാത്രമാണ് അവരെ ബഹുമാനിക്കുന്നത്. അത്ര റെസ്പെക്ട് അവർക്ക് കൊടുക്കുന്നത് അതുകൊണ്ട്. അതെ, പക്ഷേ ഇവർ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾക്ക് സമ്പൂർണ്ണ അധികാരം കിട്ടിയിരിക്കുന്നു. ജനങ്ങളെ കൊല്ലാം, ജനങ്ങളെ ഉരുട്ടാം, ജനങ്ങളെ അടിക്കാം, തലകീഴായിട്ട് കെട്ടിത്തൂക്കാം. ഈ പറയുന്ന പിന്നെ ഒരു പാവപ്പെട്ട സൈനികരെ തലകീഴായി കെട്ടിത്തൂക്കി, അതെ അടിച്ചു കെട്ടിത്തൂക്കി അടിച്ച് ഇഞ്ചായിട്ട് ആ മനുഷ്യരെ കൊന്നു കളഞ്ഞു. ഒരു പട്ടാളക്കാരനെയാണ് കൊല്ലുന്നത്. നമ്മൾ ആലോചിക്കണം. ആ പട്ടാളക്കാരന്റെ ശവം, അതായത് ഡെഡ് ബോഡി കണ്ടിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വന്നു. അയാൾ ആശുപത്രിയിൽ കിടക്കയിൽ വെച്ച് രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു പട്ടാളക്കാരൻ തന്റെ ആരോഗ്യം മൊത്തം ക്ഷയിച്ച് എല്ലും തോലുമായിട്ടാണ് മരിക്കുന്നത്. ഇത്രയ്ക്ക് ക്രൂരമായ കൊലപാതകമാണ് ഇവർ നടത്തിയത് കേരള പോലീസ്. എന്താ പറഞ്ഞേ? അല്ല, ഇപ്പം ആ തല്ലിക്കൊന്ന പോലീസുകാർ ഇപ്പോഴും സർവീസിലുണ്ട്. തല്ലിക്കൊന്ന പോലീസുകാർ ഇപ്പോഴും സർവീസിലുണ്ട്. ഈ പറയുന്ന CI മധു ബാബു എന്ന് പറയുന്ന പോലീസിലെ സ്ഥിരം ക്രിമിനൽ, അയാൾക്കെതിരെ ഇന്നും വന്നു 2 പരാതികൾ. എത്രയധികം പരാതികളാണ് അയാൾക്കെതിരെ ഉള്ളത്. എന്നാലും സംസ്ഥാന സർക്കാരും CPM-ഉം പിണറായിയും ഇയാളെയൊക്കെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. അജിത് കുമാർ എന്ന് പറയുന്ന DGP ഒരൊറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ. നിരന്തരമായി സുരേഷ് ഗോപി പൂരം കലക്കിയാണ് ജയിച്ചത് എന്ന് ആരോപണം ഉന്നയിക്കുന്ന സ്ഥലത്ത്
ADGP അനിൽകുമാറാണ് അതിന് ചുക്കാൻ പിടിച്ചത് എന്ന് പറയുന്നു. ഈ അനിൽകുമാർ RSSന്റെ സൈദ്ധാന്തികന്മാരെ, RSSന്റെ നേതാക്കന്മാരെ, ദത്താത്രേയ ഹൊസബല്ലയെ പോലുള്ള ആളുകളെ പോയിട്ട് ഹോട്ടൽ മുറിയിൽ വെച്ച് കാണുന്നു. ഇദ്ദേഹത്തിനെതിരെ പല തരത്തിലുള്ള അമിതമായി സ്വത്ത് സമ്പാദിച്ചതിൽ ഉൾപ്പെടെയുള്ള കവടിയാറിൽ പണിയുന്ന വീട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം ഉണ്ടാവുന്നു. ഈ പരാതികളെല്ലാം വന്നിട്ട് ഈ പരാതികളെല്ലാം വായിച്ചു. DGP കൊടുത്ത പരാതി, ഇയാൾക്കെതിരെ DGPയുടെ റിപ്പോർട്ട് വന്നു. ആർക്കെതിരെ? അജിത് കുമാറിനെതിരെ. MR അജിത് കുമാർ എന്ന് പറയുന്ന ADGPക്കെതിരെ DGP കൊടുത്ത റിപ്പോർട്ട് സർക്കാർ മടക്കി അയച്ച് പുതിയ DGPയുടെ കയ്യിൽ നിന്ന് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്ന റിപ്പോർട്ട് വാങ്ങുന്നു. ഇതൊക്കെ സഖാക്കൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. RSSനെ നിരന്തരമായി കുറ്റം പറയും. ഒരു ഭാഗത്ത് ഭയങ്കരമാണ്, തേങ്ങയാണ്, ഈ പറയുന്ന സുരേഷ് ഗോപി എന്തോ സംഭവമാണ്, പൂരം കളക്കിയാണ് ജയിച്ചതെന്ന് പറയുകയും അതിനൊക്കെ കൂട്ടുനിന്നു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥർ സംരക്ഷിക്കുകയും ചെയ്യും. ശബരിമലയിൽ പോരുതാത്ത സമയത്ത് ട്രാക്ടറിൽ കയറിയിട്ട് പോയി ആര്? ഈ പറയുന്ന അജിത് കുമാർ. അതിനെതിരെ ആർക്കെതിരെ കേസില്ല? അജിത് കുമാറിനെതിരെ കേസില്ല. പാവൻ ഡ്രൈവറെ പിടിച്ച് പ്രതിയാക്കി. അത് ഒറ്റ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോലീസുകാരനെ ഇന്ന് പണിഷ്മെന്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്തോ സ്ഥലം മാറ്റിയോ എന്ന് എനിക്കറിയില്ല, പണി വന്നിട്ടുണ്ട്. ആരെയാണ് ഇവർ സംരക്ഷിക്കുന്നത്? ഇതെന്താ ഇവർക്കൊന്നും മനസ്സിലാവാത്തത്? ഒരു ഹാഷി മുഹമ്മദ് എന്ന് പറയുന്ന SFI നേതാവിനോട് പോലീസുകാരൻ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന ഒരു ശബ്ദരേഖ ഇന്ന് ചാനലുകൾ പുറത്തുവിട്ടിട്ടുണ്ട്, നമ്മൾക്ക് ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട്. അതിൽ പറയുന്നത് നമ്മൾ തമ്മിലൊരു പ്രശ്നവുമില്ല, അന്ന് അങ്ങനെ സംഭവിച്ചത് പോയതാണ്, ഉപദ്രവിക്കരുത് എന്നാണ് പറയുന്നത്. നാണമുണ്ടോ മാർക്കൊക്കെ? അവരെടുത്ത് അവർ ഉപദ്രവിക്കില്ലേ എന്ന് പറഞ്ഞാണ്. അല്ല, അതാണ് പ്രശ്നം. അന്ന് ഇവർ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ കേട്ടില്ല. ഇന്ന് ഇത്തരത്തിലൊരു, അതായത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള സുജിത്ത് ഇത്തരത്തിലൊരു പോരാട്ടത്തിന് ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ DYFIക്കാരെ തല്ലിച്ചതച്ച എത്രയധികം DYFIക്കാരെ തല്ലിച്ചതച്ചു, എത്രയധികം SFIക്കാരെ തല്ലിച്ചതച്ചു. ഒരു DYFI നേതാവിന് മരണം ലോക്കപ്പ് മർദ്ദനമാണ് എന്ന് പറഞ്ഞ് വാർത്ത വന്നിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കൃത്യമായി അറിയാത്തത് കൊണ്ടാണ് നമ്മൾ വാർത്ത ചെയ്യാത്തത്. കാരണം അനാവശ്യമായി വാർത്ത ചെയ്യരുതല്ലോ. പക്ഷെ അത്തരത്തിലൊരു വാർത്തയാണെന്ന് പുറത്തു വന്നത്. അതിന്റെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരിക്കുക. DYFIക്കാരെ പോലും തല്ലിക്കൊല്ലുന്ന, അവരാണ് എല്ലാ ദിവസങ്ങളും ചെയ്യുന്നത്. ഏത് ഭരണത്തിന്റെ കീഴിൽ അവരെ പോലും തല്ലിക്കൊല്ലുന്ന ഒരു പോലീസ്. ഏതിനെ? നല്ല പ്രവർത്തികൾ ചെയ്യുന്ന, കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകുന്ന DYFIക്കാരെയാണ് അവർ തല്ലുന്നത്. അല്ലാതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന CPMകാരൊക്കെ സുരക്ഷിതരാണ്. മനസ്സിലാക്കണം. കോൺഗ്രസ്സുകാരെ, BJPക്കാരെ, ഏതെങ്കിലും ഒരു നല്ല കാര്യം ചോദിക്കാൻ പോകുന്ന ആളുകളെ, ഒരു പൗരനെ, വർക്ക്ഷോപ്പുകാരനെ, ഒരു സാധാരണ ഹോട്ടൽ ഉടമയെ തുടങ്ങി ഇവർക്ക് ഏതൊക്കെ തരത്തിൽ പ്രശ്നങ്ങളുണ്ടോ അവരെ എല്ലാം ഈ പോലീസുകാർ ക്രൂരമായി ആക്രമിക്കുകയും ഇവരൊക്കെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയും മുഖ്യമന്ത്രി ഒരു മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് കുറ്റിച്ചൂലെടുത്ത് വെച്ചാൽ മതിയായിരുന്നു. ആ ഒരു സ്ഥാനത്ത് മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തരമന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനേക്കാൾ നല്ലത് അതാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പോഴാണോ? ഇപ്പൊ കഴിഞ്ഞ ദിവസം DGP റവാഡ ചന്ദ്രശേഖർ പറയുന്നത് കേട്ടു, മുഖ്യമന്ത്രി കുന്നംകുളം കസ്റ്റഡി മർദ്ദന കേസിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. എന്താ ഇത്രയും കാലം ഇടപെടാൻ? എവിടെ പോയായിരുന്നു പുള്ളി? ടൂറ് പോയതായിരുന്നു. ഇത്രയും കാലം മുഖ്യമന്ത്രിക്ക് കൃത്യമായി പരാതി കൊടുത്തിരുന്നു, മുഖ്യമന്ത്രിയുടെ കയ്യിൽ പരാതി എത്തിയിരുന്നു. എന്തേ അന്നൊന്നും നടപടി എടുക്കാതിരുന്നത്? എന്തേ അന്നൊന്നും പോലീസുകാരെ സംരക്ഷിച്ചത്? മുഖ്യമന്ത്രിയുടെ സ്ഥിരം ഡയലോഗുണ്ട്, പോലീസിന്റെ മനോവീര്യം തകർക്കരുത്. പോലീസിന്റെ മനോവീര്യം തകർക്കുന്നില്ല. ഏതെങ്കിലും ഒരു പ്രതിയെ, ഇന്നലെ വേടനെ പോലീസ് ചോദ്യം ചെയ്യാണ്. ആ സമയത്ത് കുറെ കഞ്ചാവ് അടിച്ച, വെള്ളം അടിച്ച ആളുകൾ വന്നിരുന്നു കൊണ്ട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ കിടന്നിട്ട് പോലീസിനെതിരെ വേടനെ ഇറക്കി വിടണം, വേടന് മുൻകൂർ ജാമ്യം കിട്ടിയതാണ്, പോലീസുകാർക്ക് ഇത് തെറിയോട് തെറി. ആദ്യം പോലീസുകാർ വന്ന് മര്യാദയ്ക്ക് പറഞ്ഞു, പിന്നെ പറഞ്ഞയച്ചു, വീണ്ടും ഇവർ വന്ന് കിടന്നു, പിന്നെയും മുദ്രാവാക്യപ്പോ അവസാനം പോലീസുകാർ വന്നിട്ട് പറഞ്ഞു, രണ്ടിനെ തൂക്കിയെടുത്താകത്തുകൊണ്ട് ഇവർ എന്താ പറയുക, നീയും കൂടി കിടക്കാകത്ത് എന്ന് പറഞ്ഞു. ഇത് കണ്ട ആളുകളെല്ലാം പോലീസിന്റെ കൈയടിച്ചു. കാരണം ഇവിടെ ക്രമസമാധാന വിരുദ്ധമായിട്ട് ക്രമസമാധാന നില തകർക്കുന്ന ക്രിമിനലുകൾക്കെതിരെ നടപടിയെടുക്കുമ്പോൾ നമ്മൾ ആരും ഒന്നും പറയില്ല. ആരാ പറയുക? ഏതെങ്കിലും ചാനൽ ഒരു ബലാത്സംഗ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു, ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും എന്തെങ്കിലും പറയാറുണ്ടോ? ഇല്ലല്ലോ. കള്ളക്കേസ് എടുക്കുമ്പോൾ, ഒരു പരാതി പറയാൻ പോകുമ്പോൾ, പോലീസിനെതിരെ എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അയാൾക്കെതിരെ കേസെടുക്കുമ്പോൾ, ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇവരുടെ കൈത്തരിപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് ആളുകളെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുമ്പോൾ, ഇവിടെയൊക്കെയാണ് നമ്മുടെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ, പണ്ട് ഒരു ചൊല്ലുണ്ടല്ലോ, വേലി തന്നെ വിളവ് തിന്നുക, അല്ലെങ്കിൽ ഒരു ചൊല്ലുണ്ട്, അതായത് കുറുന്തോട്ടിക്ക് തന്നെയാണോ വാദം. ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. കുറുന്തോട്ടിക്ക് തന്നെയാണ് വാദം പിടിപെട്ടിരിക്കുന്നത്. ആ വാദത്തിന് നല്ല ആയുർവേദ ചികിത്സ
നടത്തിയിട്ടില്ലെങ്കിൽ, ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെയുള്ള ചികിത്സ നടത്തിയിട്ടില്ലെങ്കിൽ കേരളത്തിലെ പോലീസിന് ഏതൊക്കെ തരത്തിലാണ് ബുദ്ധിമുട്ടുകൾ വരാമോ, പോലീസ് സംവിധാനത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് CPI പറയുന്നത് വളരെ കൃത്യമാണ്. പക്ഷെ CPIയുടെ നേതാക്കന്മാർ അത് അംഗീകരിക്കുന്നില്ല. ആളുകൾക്ക്, പ്രവർത്തകർക്കെങ്കിലും ബോധമുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് സമാധാനിക്കാം. എന്തായാലും ആഭ്യന്തരമന്ത്രിക്ക് ഇത്രയും മികച്ച ഒരു പൊന്തൂവൽ കിട്ടിയ ഒരു ആഭ്യന്തരമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.